ഇനി പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആളുകളുണ്ടോ? ഒരു മിനിറ്റ്. ഷഹന ഫാത്തിമ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ശരി. അപ്പൊ നമ്മളുടെ NMMS പരീക്ഷയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നോക്കുക. എല്ലാവർക്കും കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് ഈ പ്രാവശ്യം പരീക്ഷ ഡിസംബറിലാണ് വരിക എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം അങ്ങനെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, കുറച്ചും കൂടെ നേരത്തെയാണ്. അപ്പോൾ അതിന് അപേക്ഷിക്കേണ്ട സമയം എല്ലാവരും നോട്ട് ചെയ്യുക. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 15 വരെയാണ് നമുക്ക് സമയമുള്ളത്. ഒന്ന് നോട്ട് ചെയ്തോളൂ. 23-ാം തീയതി എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന അന്ന് മുതൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒക്ടോബർ 15 ലാസ്റ്റ് ഡേറ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഇത് ഞാൻ വീണ്ടും പറയും, കൂടാതെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടും. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപേക്ഷിക്കേണ്ട ടൈം സെപ്റ്റംബർ 23 മുതലാണ് ഒക്ടോബർ 15 വരെ. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 തന്നെ പോകണമെന്ന് അർത്ഥമില്ല. പക്ഷേ ഒക്ടോബർ 15 വരെ കാത്തിരിക്കാൻ പാടില്ല. കാരണം അവസാനത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ അപേക്ഷിക്കണം. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക? അതായത് ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കാണ് എഴുതാൻ പറ്റുക. പിന്നെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. ആ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം 3.5 ലക്ഷത്തിൽ താഴെ ആവാനാണ്. ആയെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റൂ. ഓക്കെ, പിന്നെ അടുത്ത കണ്ടീഷൻ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ മൈക്ക് നിർബന്ധമായിട്ട് മ്യൂട്ട് ചെയ്യണം. ഫാത്തിമ, ഷാലിയ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള മറ്റ് ശബ്ദങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിൽ 55% മാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാം. ഓക്കെ, പിന്നെയോ നവംബർ 16-ന്, ഈ വരുന്ന നവംബർ 16-ാം തീയതി ഒരു എക്സാം നടക്കും. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുക. പിന്നെ OBC, SC, ST കുട്ടികൾക്കൊക്കെ, എല്ലാ വിഭാഗം കുട്ടികൾക്കും അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും. പിന്നെ 3.5 ലക്ഷം വാർഷിക വരുമാനം ആയിരിക്കണം, 55% മാർക്കായിരിക്കണം. പിന്നെ നവംബർ 16-ന് നടക്കുന്ന പരീക്ഷയിൽ മികച്ച സ്കോർ നേടണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. ഇനി എന്താണ് ഈ സ്കോളർഷിപ്പിൻ്റെ പ്രാധാന്യം? 9, 10, 11, 12 ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് 12,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും. ഓരോ വർഷവും നിങ്ങൾക്ക് 12,000 രൂപ കിട്ടും. അതാണ് അതിൻ്റെ വാഗ്ദാനം. ഓക്കെ, 4 കൊല്ലം മൊത്തം. അപ്പോൾ 48,000. 4 × 12,000 നമുക്ക് 48,000 രൂപയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുക. പക്ഷേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ കണ്ടീഷനുകളും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പ്രധാനമായിട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. 2024 നവംബർ 16-ന് നടക്കുന്ന പരീക്ഷയിൽ മികച്ച സ്കോർ നേടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ എഴുതുന്നുണ്ട്. ഈ ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്ന് വെറും 500 കുട്ടികൾക്കാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കണം. പരീക്ഷയുടെ ഡേറ്റ് എല്ലാവരും എഴുതി വെച്ചോളൂ. 2024 നവംബർ 16 ശനിയാഴ്ചയാണ് പരീക്ഷ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് പറയൂ. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ശ്രീഷ്മ രാജ്
കാണുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നവംബർ 16 ശനിയാഴ്ചയാണ്. ഇനി പരീക്ഷയുടെ ഘടന ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ അതിൻ്റെ ഗൗരവം നിങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടെ പറയുകയാണ്. 2 പരീക്ഷയാണുള്ളത്. ഒന്ന് പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി പരീക്ഷ മാറ്റ്, രണ്ടാമത് പാർട്ട് 2 സാറ്റ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി എപ്പോഴാണ് മാറ്റ്, എപ്പോഴാണ് സാറ്റ്? 10 മണി മുതൽ 11:30 വരെ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ 16-ാം തീയതി സ്കൂളിലെത്തുന്നു. എവിടെയാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത്? നമ്മുടെ സ്കൂളിലല്ല. യാദവ് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലല്ല ഉണ്ടാവുക, മറ്റേതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും. അതേപോലെ നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതുന്ന മറ്റ് സ്കൂളുകളിലെ കുട്ടികളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ സ്കൂളിൽ ചെല്ലുന്നു. അവിടെ രാവിലെ 9 മണിക്ക് ചെല്ലണം. 10 മണി മുതൽ 11:30 വരെ നമ്മുടെ മാറ്റ് പരീക്ഷയാണ് ഉണ്ടാവുക. ഓക്കെ. യാദവ് കൃഷ്ണ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണി വരെ നിങ്ങളുടെ സാറ്റ് പരീക്ഷയായിരിക്കും ഉണ്ടാവുക. എല്ലാവരും നോട്ട് ചെയ്യുക. 2 പരീക്ഷയാണ്. ഒന്ന് സാറ്റ്, ആദ്യത്തെ മാറ്റ്. അത് അന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പം എല്ലാവർക്കും ഈ ടൈം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മാറ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ എബിലിറ്റി പരീക്ഷയാണ്. സാറ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്കോളാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്കൊക്കെ അപേക്ഷിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരും, പക്ഷെ എന്നാലും ഒന്ന് എഴുതി വെക്കുക. nmmsc.kerala.gov.in ഇതാണ് നമ്മുടെ NMMS പരീക്ഷയുടെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റ്. ഇതിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില കുട്ടികളെങ്കിലും വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാം. അല്ലാത്ത കുട്ടികളൊക്കെ അക്ഷയ സെൻറ്റർ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഞാൻ പറയും. ഓക്കെ. nmmsc.kerala.gov.in. ഇനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇമെയിൽ ID നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ ID അവരുണ്ടാക്കി തരും. ആ ഇമെയിൽ ID അവിടെ എഴുതി വെക്കണം. നിർബന്ധമായിട്ട് എഴുതി വെക്കണം. നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് അത് വേണ്ടി വരും. അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, സ്ഥിരമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ വേണം. അത് മാറ്റാൻ പാടില്ല. പെട്ടെന്നൊന്നും മാറ്റരുത്. കാരണം പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ അതിലേക്കാണ് വരിക. അപ്പം മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ IDയും കൊണ്ടാണ് നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോവേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായാൽ മതി. രജിസ്റ്റർ ചെയ്യാൻ അത് വേണ്ടി വരും. ഓക്കെ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിയിരിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതും അക്ഷയ സെൻറ്റർ വഴി തന്നെയാണ് വാങ്ങേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ആവശ്യമുള്ള രേഖകൾ പറയൂ. ഇമെയിൽ ID, മൊബൈൽ നമ്പർ, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി. ശ്രീനുരാജ് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ജാതി സർട്ടിഫിക്കറ്റ് SC കുട്ടികൾക്ക് മാത്രം, എല്ലാവർക്കും വേണ്ട. SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രം മതി. അല്ലാത്തവർക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. പക്ഷെ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണം. ഓക്കെ. SC വിഭാഗക്കാർ മാത്രം ഈ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അവരുടെ ജാതി കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെയാണ് 7ാം ക്ലാസ്സിലെ ഒരു മാർക്ക് ലിസ്റ്റ് വേണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ സ്കൂൾ തുറന്നാൽ ഉടനെ ക്ലാസ് ടീച്ചറോട് പറയുന്നു, 7ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറോട് പറയുന്നു, എന്നിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങുന്നു. ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഇപ്പം നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാം. കാരണം ഇന്ന് അപേക്ഷിച്ച് അന്ന് കിട്ടൂല, കുറച്ച് ദിവസം പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പറ്റുന്നവരൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ ആഴ്ച എപ്പോഴെങ്കിലും ആയിട്ട് അക്ഷയ സെൻറ്ററിൽ ചെല്ലുക. എന്നിട്ട് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. അതേപോലെ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കുട്ടികൾ, SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ജാതി സർട്ടിഫിക്കറ്റിനും അപേക്ഷ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. കാരണം അത് കിട്ടിയിട്ടേ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ ഇമെയിൽ ID നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഫോട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അന്നോ പിറ്റേന്നോ കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ അത്
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളാണ്. ഇത് വെച്ച് നമ്മൾ അപേക്ഷിക്കണം. അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിന്റ് നമ്മുടെ സ്കൂളിൽ എത്തിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അവിടെ നിന്ന് കിട്ടുന്ന കടലാസ് നമ്മുടെ സ്കൂളിൽ എത്തിക്കണം. എന്തൊക്കെയാണ് തരേണ്ടത് ഞാൻ പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് കിട്ടാനുള്ള യോഗ്യതകൾ എന്ന് പറയാം. മാറ്റിലും സാറ്റിലും 40% മാർക്ക് കിട്ടണം, എന്നാലേ നിങ്ങൾ ജയിക്കുള്ളൂ. മാറ്റിലും സാറ്റിലും 40% മാർക്ക് കിട്ടിയെങ്കിലേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. രണ്ടിലും ജയിക്കണം. 40% മാർക്ക് കിട്ടിയാലേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? SC വിഭാഗക്കാർക്ക് 32% മാർക്ക് മതി. സാധാരണ കുട്ടികൾക്കൊക്കെ 40% മാർക്ക് വാങ്ങണം. അതായത് മാറ്റിൽ 90 ചോദ്യം ഉണ്ടെങ്കിൽ 36 മാർക്ക് കിട്ടണം എന്നർത്ഥം. സാറ്റിലും 36 മാർക്ക് കിട്ടണം. ഇപ്പൊ രണ്ടിലും 36 വീതം കിട്ടിയാലേ പരിഗണിക്കുകയുള്ളൂ. പിന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവർ ആരാണോ അവർക്കാണ് സ്കോളർഷിപ്പ് കിട്ടുക. അപ്പൊ നല്ല മാർക്ക് വാങ്ങണം എന്നർത്ഥം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ച ഒരു കാര്യമാണ്, പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, ജനന തീയതിയിൽ തെറ്റുകൾ ഉണ്ടാവാം, ആധാർ നമ്പർ, ഇതിലൊക്കെ തെറ്റുകൾ വന്നാൽ നമ്മൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പ്രയാസമുണ്ടാവും. അപ്പം അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ പേര് എല്ലാവരും നോട്ട് ചെയ്യുക. പേര്, ജനന തീയതി, അതേപോലെ അച്ഛൻ്റെ പേര്, ഇതൊക്കെ എല്ലാത്തിലും ഒന്നായിരിക്കണം. എവിടെയാ? സ്കൂളിലെ പേര് ഒന്നാവണം. പിന്നെയോ ബാങ്ക് അക്കൗണ്ടിലെ പേര് ഒന്നാവണം. ആധാറിലെ പേര് ഒന്നാവണം. ഇത് ഒന്ന് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില കുട്ടികൾ അവർ ഏതെങ്കിലും ഒന്നിലുള്ള പേര് വെച്ചാണ് കൊടുക്കും. അപ്പോൾ ആധാറിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ വേറെ ആയിരിക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റിൽ വേറെ ആയിരിക്കാം. അപ്പം അതൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ വെക്കുമ്പോൾ അവർക്ക് ജയിച്ച് വരുമ്പോൾ സ്കൂളിലെ പേരാണ് നോക്കുക, സ്കൂളിലെ ഹാൾ ടിക്കറ്റിലെയും പേരാണ് നോക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അവർ ആ വിവരം നേരത്തെ നമ്മളോട് സംസാരിക്കണം. എന്താണ് ചെയ്യാൻ പറ്റുക? ആധാർ നമുക്ക് തിരുത്താൻ പറ്റും, അതേപോലെ പിന്നെ ബാങ്ക് അക്കൗണ്ടിലെ പേര് തിരുത്താൻ പറ്റും, സ്കൂളിലെ പേരും തിരുത്താൻ വഴിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ കാർഡ്, അതിലെ പേര് നോക്കുക. അതേപോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ പേര് നോക്കുക. സ്കൂളിൽ നിന്ന് തരുന്നതാണ് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ സ്കൂളിലെ പേര് അതായിരിക്കും, മാർക്ക് ലിസ്റ്റിലെ പേര് നോക്കുക. പിന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് നോക്കുക. ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പ്രയാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളത് എന്നോടോ പിന്നെ ഷബന ടീച്ചറോടോ ആരോടെങ്കിലും നമ്മുടെ സ്കൂളിലുള്ള ക്ലാസ് ടീച്ചറോടെങ്കിലും അതൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏതെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ പേരും. ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ വേണമെന്നൊന്നുമില്ല, ഇപ്പം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ജയിച്ചെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് പിന്നെ മാറ്റാം. ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം ബാങ്ക് അക്കൗണ്ട് ഇപ്പം നിർബന്ധമല്ല, ജയിച്ചാൽ മാത്രമേ ബാങ്ക് അക്കൗണ്ടിന് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള 3 പേര്, ആധാർ കാർഡ്, സ്കൂളിലെ മാർക്ക് ലിസ്റ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിലെ 3ലും ജനനത്തീയതിയിലോ പേരിലോ വ്യത്യാസമില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് മാറ്റേണ്ടി വരും. അത് ഏതാണ് മാറ്റുക എന്നൊക്കെ നിങ്ങൾ ക്ലാസ് ടീച്ചറോടൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. എന്താണ് ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ചില കുട്ടികൾ പിന്നെ അവരുടെ ഇനീഷ്യൽ അപേക്ഷിക്കുമ്പോൾ സമയത്ത് കൊടുത്തില്ല. ഇപ്പോൾ വിവേക് കെ എന്നാണ് സ്കൂളിൽ, വിവേക് കെ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എന്തുകൊണ്ടാണ് അത്ര വിവേക് അവൻ അപേക്ഷിച്ചത് വിവേക് എന്ന് മാത്രമാണ്. പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, കിട്ടി. പക്ഷേ കിട്ടിയ ആളുടെ പേര് വിവേക് എന്ന് മാത്രമാണ്, വിവേക് കെ ഇല്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ പിന്നീട് എന്ത് കൊടുക്കുമ്പോഴും വിവേക് കെ എന്ന് കൊടുത്താൽ ഈ ആളല്ല എന്ന് വിചാരിക്കും. മാത്രമല്ല ആധാറിൽ ചിലപ്പോൾ വേറൊരു പേരായിരിക്കും. അങ്ങനെ വന്നാൽ ഈ കുട്ടിയുടെ ആധാർ നമ്പറൊക്കെ അടിക്കുന്ന സമയത്ത് ഈ കുട്ടി അല്ല എന്ന് ആ സിസ്റ്റം കാണിക്കും. അപ്പോൾ ജയിച്ച കുട്ടിയായിരിക്കാം, പക്ഷെ 12,000 രൂപ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3ലും ഒരേ പേര് തന്നെയാണോ എന്ന് നോക്കുക. ഇനി അല്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, ആ വിവരം ഇപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആധാർ കാർഡൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ്. ഓക്കെ,
അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതിയാണ്, അടുത്ത മാസം 15-ാം തീയതിയാണ്. അത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും സ്കൂളിൽ തരണം, സ്കൂളിൽ കൊണ്ടു തരണം. ഒന്നുകിൽ എൻ്റെ കയ്യിൽ തരിക, അല്ലെങ്കിൽ ഓഫീസിൽ കൊടുക്കുക. എന്തൊക്കെയൊക്കെ തരേണ്ടത്? ഒന്ന് പ്രിൻ്റ് ഔട്ട്, നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ. 2 ആധാറിൻ്റെ കോപ്പി. 3 മാർക്ക് ലിസ്റ്റ്. ഇത് സ്കൂളിൽ നിന്ന് തന്നത് തന്നെയാണ്, എന്നാലും അത് വീണ്ടും തിരിച്ചു തരണം. ചില കുട്ടികൾ നമ്മളെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാവില്ല, വേറെ സ്കൂളിൽ നിന്ന് വന്നായിരിക്കും. അപ്പോൾ അവരുടെ മാർക്ക് ലിസ്റ്റ് നമുക്ക് വേണം. അടുത്തത് പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്. ഇനി SC കുട്ടികളാണെങ്കിൽ മാത്രം ജാതി സർട്ടിഫിക്കറ്റ്, അവർ മാത്രം എഴുതി വെച്ചാൽ മതി, ജാതി സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ അവർ എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് കൊണ്ടുതരിക. ഇതിൻ്റെ ഒക്കെ ഒരു കോപ്പി നിങ്ങളും സൂക്ഷിക്കുക, പ്രിൻ്റ് ഔട്ടൊക്കെ സൂക്ഷിച്ച് വെക്കുക. കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരാം. പ്രിൻ്റ് ഔട്ട് ഒക്കെ സൂക്ഷിച്ച് വെക്കുക. പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്ഷയ സെൻറ്ററിൽ നിന്ന് തരുന്ന ഒരു കോപ്പിയാണ്, ഒരു പ്രിൻ്റ്, നിങ്ങളുടെ പേരും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു കോപ്പി. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ സ്കൂളിൽ തരേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. സർ, അപ്പൊ ഫോട്ടോ തരണ്ടേ? ഫോട്ടോ വേണ്ട, ഫോട്ടോ വേണ്ട. അത് ഫോട്ടോ നിങ്ങൾ അതും കൊണ്ട് പോയാൽ മതി, അക്ഷയ സെന്ററിൽ പോയാൽ മതി. ഫോട്ടോ ഒക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ഫോട്ടോ, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അവർ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ഫോട്ടോ നമുക്ക് തരേണ്ട ആവശ്യം. അക്ഷയയിൽ ചെന്നിട്ട് NMMSന്റെ ആന്ന് പറഞ്ഞാൽ ചെയ്തു തരൂലേ? യെസ്, ചെയ്തു തരും. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം എന്നെ വിളിക്കുക, ഞാൻ അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ സ്കൂൾ തുറന്ന അന്ന് തന്നെ പോയാലും മാർക്ക് ലിസ്റ്റ് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് പോയാൽ സ്കൂൾ തുറന്ന അന്ന് തന്നെ, അന്നോ പിറ്റേന്നോ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് തരാനുള്ള സംവിധാനം നമ്മുടെ സ്കൂളിൽ ചെയ്യും. സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് അറിഞ്ഞിട്ടില്ല, ഈ NMMSന്റെ നോട്ടിഫിക്കേഷൻ വന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരുടെ ടീച്ചേഴ്സിനോടൊക്കെ പറയും, എങ്ങനെ കുട്ടികൾ വരുമെന്നും അവർക്ക് മാർക്ക് ലിസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവർക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പേര്, അതിലുള്ള പേരും നിങ്ങളുടെ ആധാറിലുള്ള പേരും നിങ്ങളുടെ ശരിക്കുള്ള പേരൊക്കെ ഒന്ന് തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ സർ, ക്ലിയർ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് നമ്മൾ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പൊ നിങ്ങൾ അത് നോക്കി വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്കൂള് തുറക്കുന്ന അന്ന് തന്നെ നിങ്ങൾ അക്ഷയ സെന്ററിലേക്ക് ഓടി ചെല്ലണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒന്ന്. രണ്ടാമത് ചിലപ്പോൾ അതിൻ്റെ സൈറ്റ് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒരു 30-ാം തീയതിയോടുകൂടി അടുപ്പിച്ച് നിങ്ങൾ ചെല്ലണം. എന്നിട്ട് വേഗം ചെയ്യണം. അവസാനത്തെ 15-ാം തീയതി, ഒക്ടോബർ 15 ലാസ്റ്റ് ഡേറ്റ്. അതുവരെ നമ്മൾ കാത്തിരിക്കരുത്. കാരണം ആ 10-ാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും എല്ലാവരും കൂടെ ഓടി ചെല്ലുമ്പോൾ. അപ്പോൾ ഒരു 1-ാം തീയതിയുടെയും അല്ലെങ്കിൽ 30-ാം തീയതിയുടെയും 10-ാം തീയതി ഉള്ളിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. പറയൂ. നാളെ 9:30 ക്ലാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നാളെ 9:30 മുതൽ 1 മണി വരെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ സാർ വെള്ളിയാഴ്ചയോ? സാറ് അന്ന് ഒരു മീറ്റിംഗ് വെച്ചപ്പോ വെള്ളിയാഴ്ച ഉണ്ട് പറഞ്ഞിരുന്നു. അതെ, അത് പറയാം. വെള്ളിയാഴ്ചന്റെ ആവട്ടെ, ഞാൻ പറയാം. നാളെ കഴിയട്ടെ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്, റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ എന്താ പറയാ, പല ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാവരും നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൻ ഡയഗ്രാം കറക്റ്റ്ലി. അതായത് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ
സർക്കിളായിട്ടാണ് ഒബ്ജക്റ്റ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ റിലേഷൻ നോക്കിയിട്ട് ആ ഒബ്ജക്റ്റുകൾ തമ്മിൽ ചേർന്ന് നിൽക്കും, ചിലപ്പോൾ വിട്ട് നിൽക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ചില്ലി അതാണെന്ന് വിചാരിക്കാം. ഇത് ചില്ലിയാണ്, ചില്ലിയെ സൂചിപ്പിക്കുന്ന സർക്കിളാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിളിൻ്റെ ഒരു സർക്കിൾ വരക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വെജിറ്റബിൾ ഇതിൻ്റെ പുറത്താണ് വരിക, കാരണം ചില്ലി ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റുകളുടെ റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അതേപോലെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡോഗിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് എന്ന് വിചാരിക്കുക. ഇത് ഡോഗാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇത് വൈൽഡ് അനിമൽ. ഡോഗ് ഒരിക്കലും വൈൽഡ് അനിമൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ടൈഗർ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ടൈഗർ ആവുമ്പോൾ എന്താവും? ടൈഗർ ഇതിൻ്റെ ഉള്ളിലായിരിക്കും വരിക, കാരണം ടൈഗർ ഒരു വൈൽഡ് അനിമലാണ്. അപ്പോൾ ഈ ഓവൽ ഷേപ്പിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അവരുടെ റിലേഷൻ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, റിലേഷൻ ജഡ്ജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക, എന്നിട്ട് ആൻസർ അയക്കണം. അതിനുശേഷം ഞാൻ പറയും. നിങ്ങൾ അയച്ചത് ശരിയായാലും തെറ്റായാലും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് അയക്കും. എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ടെന്നീസ് ഫാൻസ്, ടെന്നീസ് ആരാധകർ, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ക്രിക്കറ്റ് കളിക്കാർ, സ്റ്റുഡൻസ്, ഇവരെ കാണിക്കുന്ന ഏതാണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? നിങ്ങൾക്ക് ആൻസർ അയക്കാം. അവർ തമ്മിലുള്ള റിലേഷനാണ് നോക്കേണ്ടത്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളല്ല അത്. ഓക്കെ, ഞാൻ ആൻസർ പറയാം. ആൻസർ ഏതാണ്? പലരും പലതും അയച്ചിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആൻസർ എന്താണ്? നന്ദന പറയൂ, ഏതാ കറക്റ്റ് ആൻസർ? എനിക്ക് കിട്ടുന്നില്ല ഇതിന്റെ ഉത്തരം. കിട്ടുന്നില്ല. ഈ 2 ആണോ എന്ന് ആദ്യം ഞാൻ 2 ആണോ എന്ന് നോക്കാം. 2 ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം ഒരു ഓവലിന്റെ ഉള്ളിലാണ് മറ്റേത് രണ്ടും വരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇത് ടെന്നീസ് ആരാധകരാണ്, ഫാൻസ് ആണെന്ന് വിചാരിക്കാം. ഇത് ക്രിക്കറ്റ് കളിക്കാരാണെന്ന് വിചാരിക്കാം. അപ്പൊ ചില ടെന്നീസ് ആരാധകരൊക്കെ ക്രിക്കറ്റ് കളിക്കാരാണ്. സം ടെന്നീസ് ഫാൻസ് ആർ ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ചില ടെന്നീസ് ഇവിടെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെയോ ഇത് സ്റ്റുഡൻസ് ആണ് പുറത്തു കൂടെ വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന്റെ ഉള്ളിൽ ടെന്നീസ് കളിക്കാരുമുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുമുണ്ട്, ടെന്നീസ് ഫാൻസും ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ടെന്നീസ് ഫാൻസിൽ കുട്ടികൾ മാത്രമല്ല, സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ ഉണ്ടാവുക, മുതിർന്ന ആളുകളും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയല്ല. ഓക്കെ, കുറച്ചും കൂടെ ശരിയായിട്ടുള്ളത് ഒന്നാണ്. കാരണം എന്തുകൊണ്ടാണ് അത് ശരിയായെന്ന് പറയുന്നത് നോക്കുക എല്ലാവരും. ഇത് ടെന്നീസ് ഫാൻസ് ആണെന്ന് വിചാരിക്കാം, ഇത് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണെന്ന് വിചാരിക്കാം, ഇത് സ്റ്റുഡൻസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? എല്ലാ സ്റ്റുഡൻസും കളിക്കാരൊന്നും അല്ല. അതുകൊണ്ട് കുറച്ച് സ്റ്റുഡൻസ് കളിക്കാരാണ്, കുറച്ച് സ്റ്റുഡൻസ് ടെന്നീസ് ഫാൻസ് ആണ്, കുറച്ച് പേര് രണ്ടുമാണ്. ഇനി ഈ സ്റ്റുഡൻസ് അല്ലാത്ത ഈ സർക്കിളാണ് സ്റ്റുഡൻസ് ഉള്ളത്. സ്റ്റുഡൻസ് അല്ലാത്തവരും ടെന്നീസ് ഫാൻസ് ആയിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാരൻ. മുതിർന്ന ആളുകൾക്കും ക്രിക്കറ്റ് കളിച്ചൂടെ? അപ്പൊ അതും ഓക്കെയാണ്. അപ്പോ ഇവരുടെ റിലേഷൻ, ഈ 3 എണ്ണത്തിന്റെ റിലേഷൻ കാണിക്കുന്ന ഏറ്റവും നല്ല ചിത്രം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് എടുത്തു നോക്കുക.
അതായത് നമ്മൾ റിലേഷനാണ് നോക്കുന്നത്. അപ്പോൾ ആ റിലേഷൻ വെച്ച് ആലോചിക്കുക. സ്റ്റുഡൻസ് മാത്രമല്ല ക്രിക്കറ്റ് കളിക്കാരുള്ളത്, സ്റ്റുഡൻസ് മാത്രമല്ല ടെന്നീസ് ഫാൻസ് ഉള്ളത്, പുറത്തുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടെ ഉള്ള സ്പേസ് അല്ലെങ്കിൽ ചിത്രത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കുറച്ച് 1-2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്തത് എല്ലാവരും ഒന്ന് ആലോചിക്കും. ക്യാരറ്റ്, ഫുഡ്, വെജിറ്റബിൾ. ക്യാരറ്റ്, ഫുഡ്, വെജിറ്റബിൾ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ആൻസർ അയക്കും. കുറെ പേര് അയക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ഞാൻ പറയുന്നു. ക്യാരറ്റ് ഒരു വെജിറ്റബിൾ ആണ്. ശ്രദ്ധിക്കുക, ക്യാരറ്റ് ഒരു വെജിറ്റബിൾ ആണ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റിന്റെ വെജിറ്റബിളിന്റെ ഉള്ളിലാണ് ക്യാരറ്റ് വരേണ്ടത്, അല്ലേ? വെജിറ്റബിളിന്റെ ഉള്ളിലാണ് ക്യാരറ്റ് വരേണ്ടത്. പിന്നെയോ അതൊരു ഫുഡ് കൂടിയല്ലേ? ക്യാരറ്റ് ഒരു വെജിറ്റബിളും ആണ്, ഒരു ഫുഡും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. അല്ലാത്ത ഫുഡുകളും ഉണ്ട്. ഇതും അല്ലാത്ത ഫുഡുകളുണ്ട്. ഈ സ്പേസ്, ഈ ഒഴിഞ്ഞ സ്ഥലമൊക്കെ മറ്റു ഫുഡുകളാണ് കിടക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് വെജിറ്റബിളിൻ്റെ ഉള്ളിൽ വരുന്നു, വെജിറ്റബിൾ ഫുഡിൻ്റെ ഉള്ളിൽ വരുന്നു. കാരണം വെജിറ്റബിൾ ഒരു ഫുഡാണല്ലോ. അപ്പോൾ നമ്മൾ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ തെറ്റിയവരൊന്നും ബേജാറാവണ്ട, ഒന്നും കൂടെ ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമ്മൾ തിരിച്ചും ആലോചിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ പേർക്കും ആലോചിച്ചാൽ കിട്ടുന്നതാണ് നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുക. ഓക്കെ, ശരി, അടുത്തത് പെട്ടെന്ന് അയച്ചോളൂ. ഇന്ത്യ, ഹരിയാന, ലോകം ഇവ കാണിക്കുന്ന ചിത്രം. ഇന്ത്യ, ഹരിയാന, ലോകം. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇടുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ്. ഇതാണ് നമ്മുടെ, കാരണം ഹരിയാന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിലാണ്, അത് വേൾഡിന്റെ ഉള്ളിലാണ്. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അടുത്തത് ഇത് NMMS പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ക്ലാസ് റൂം, സ്റ്റുഡൻസ്, സ്കൂൾ. ഓക്കെ, ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പലരും 3 ആണ് അയച്ചിട്ടുള്ളത്. 3യേക്കാളും എനിക്ക് തോന്നുന്നത് 4 ആണ് കറക്റ്റ് ആൻസർ. കാരണം സ്കൂളിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ശരിയായ ഉത്തരം 4 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, അടുത്തത് ഓതേഴ്സ്, ടീച്ചേഴ്സ്, മെൻ. പറഞ്ഞോളൂ. അതായത് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഈ 3 ആളുകളുടെ 3 ഒബ്ജക്റ്റിനെയും കുറിക്കുന്ന റിലേഷൻ, ഏറ്റവും നല്ല റിലേഷൻ. ഓതേഴ്സ്, ടീച്ചേഴ്സ്, മെൻ.
ഇത് കുറേ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് മനസ്സിലാവുക. തുടക്കത്തിൽ നമുക്ക് തെറ്റാനാണ് സാധ്യത. ഓക്കെ, ഓതേഴ്സ്, ടീച്ചേഴ്സ്, മെൻ. ഓക്കെ, കറക്റ്റ് ആൻസർ സി ആണ്. മെൻ്റെ കൂട്ടത്തിൽ ഓതേഴ്സ് ഉണ്ടാവാം, കുറച്ച് ആൾക്കാർ, എല്ലാവരും അല്ല. അതേപോലെ ഓതേഴ്സിൻ്റെ കൂട്ടത്തിലും മെൻ്റെ കൂട്ടത്തിലും ആരുണ്ടാവാം? ടീച്ചേഴ്സ് ഉണ്ടാവാം, അല്ലാത്ത ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കാണ് തള്ളി നിൽക്കേണ്ടത്. അല്ലാത്ത ടീച്ചേഴ്സ്, മെൻ അല്ലാത്ത ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇത് പുറത്ത് നിൽക്കണം. അപ്പോൾ ഏറ്റവും ഇനി യോജിച്ചത് സി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒറ്റയ്ക്ക് ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. അടുത്തത്, ഈ 4 ചിത്രത്തിൽ നിന്ന് തന്നെ എലഫന്റ്, ടൈഗർ, ആനിമൽ, എലഫന്റ്, ടൈഗർ, ആനിമൽ, 3 ഈ ചിത്രത്തിൽ നിന്ന് ഏറ്റവും യോജിച്ചത് എലഫന്റ്, ടൈഗർ, ആനിമൽ. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഏകദേശം കറക്റ്റാണ്. അവരുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഇത് തന്നെയാണ്. കാരണം ആനിമൽ എന്ന് പറയുന്നത് വലുതാണ്, എലഫന്റും ടൈഗറും വെവ്വേറെയാണ് നിൽക്കുക, രണ്ടും തൊട്ട് നിൽക്കൂല, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ആണ് അതിൻ്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, വക്കീലന്മാർ. ഈ ചിത്രത്തിൽ നിന്ന് തന്നെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ. വേഗം അയച്ചോളൂ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആ കാര്യം മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആൻസർ. കാരണം ഡോക്ടർമാർ ഒരിക്കലും എഞ്ചിനീയർ ആവില്ല, അത് വേറെ ജോലിയാണ്. അതേപോലെ അവർ ഒരിക്കലും വക്കീലന്മാരാവില്ല. അപ്പോൾ അത് 3ഉം ടച്ച് ചെയ്യാതെയാണ് നിൽക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതേപോലെ ചിത്രം നോക്കിയിട്ടല്ല, പക്ഷെ എന്നാലും റിലേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ചിത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് നമ്മൾ റിലേഷൻ നോക്കണം. ഒന്നാമത്തെ, ബട്ടർ, മിൽക്ക്, ക്ലോത്ത്, ഡാഷ്. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഫൈബർ ആണ്, കാരണം ബട്ടർ ഉണ്ടാക്കുന്നത് മിൽക്കിൽ നിന്നാണ്. നേരത്തെ ചിത്രം ഇങ്ങനെയല്ല വരക്കേണ്ടത്, ബട്ടർ ഉണ്ടാക്കുന്നത് മിൽക്കിൽ നിന്നാണ്. അപ്പോൾ ക്ലോത്ത് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഫൈബറിൽ നിന്നാണ്, നൂലിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജാനുവരി, എല്ലാവരും അയച്ചോളൂ. ജാനുവരി, മാർച്ച്, ഏപ്രിൽ, ഡാഷ്. ഓപ്ഷനുകൾ നോക്കണേ. ജൂൺ എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല. മെയ്, നവംബർ, ഡിസംബർ, ഓഗസ്റ്റ്. ഓക്കെ, ആൻസർ ഞാൻ പറയാം. ആൻസർ നവംബർ ആണ്. എന്തുകൊണ്ടാണ് നവംബർ ആയെന്ന് പറയാം. ജനുവരി 31 ദിവസമുള്ള മന്താണ്. മാർച്ച് 31 ദിവസമുള്ള മന്താണ്. ഏപ്രിൽ 30 ആണ്. അപ്പം ഇനി ഇവിടെ വരുന്നത് 30 ആവാനേ സാധ്യതയുള്ളൂ. ഈ കൂട്ടത്തിൽ 1 മാത്രമേ ഉള്ളൂ 30 ഉള്ളത്, നവംബർ. മറ്റേതൊക്കെ 31 മെയ് 31 ഡിസംബർ 31 ഓഗസ്റ്റ് 30. അപ്പോൾ നമ്മൾ ആൻസർ നവംബർ ആണ്. അടുത്തത്, പെരിമീറ്റർ, സെന്റിമീറ്റർ, ഏരിയ, ഡാഷ്. പെരിമീറ്റർ, സെന്റിമീറ്റർ, ഏരിയ, ഡാഷ്. ആൻസർ അയച്ചോളൂ. പെരിമീറ്റർ, സെന്റിമീറ്റർ, ഏരിയ, ഡാഷ്. ഓക്കെ, എല്ലാവരും അയക്കുന്നുണ്ട്. വളരെ എളുപ്പമല്ലേ? പെരിമീറ്റർ നമ്മൾ അളക്കുന്നത് സെന്റിമീറ്ററിലാണ്. ഇത് നമുക്കറിയാം, ഏരിയ സ്വാഭാവികമായിട്ടും സ്ക്വയർ സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ,
സ്ക്വയർ സെൻറ്റിമീറ്ററിലായിരിക്കും ഏരിയ അളക്കുന്നത്. വളരെ സിമ്പിൾ. ഇനി അടുത്തത് ആന്ത്രോപോളജി ആരെക്കുറിച്ചുള്ള പഠനമാണെന്ന് ആലോചിക്കുക. സുവോളജി ആരെക്കുറിച്ചുള്ള പഠനമാണെന്ന് ആലോചിക്കുക. ആന്ത്രോപോളജി മാൻ, സുവോളജി ഡാഷ്. അയച്ചോളൂ. ഓക്കെ, others. ആന്ത്രോപോളജി മനുഷ്യനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ സുവോളജി, സൂ നിങ്ങൾക്ക് അറിയാലോ, മൃഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, ആനിമൽസ്. ഓക്കെ, ആന്ത്രോപോളജി മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്, സുവോളജി മൃഗങ്ങളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇല്ല, 1-2 കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അയച്ചോളൂ. കൊച്ചി, കണ്ണൂർ, നാഗർകോവിൽ ഡാഷ്. ചിലര് മാംഗ്ലൂർ, മംഗലാപുരം എന്നൊക്കെ അയച്ചിട്ടുണ്ട്. ശരിയല്ല. കൊച്ചിയും കണ്ണൂരും കേരളത്തിലെ സിറ്റികളാണ്. നാഗർകോവിലും മധുരയും തമിഴ്നാട്ടിലെ സിറ്റികളാണ്. അപ്പം മധുരയാണ് ഇവിടെ വരിക. ഓക്കെ, കൊച്ചി, കണ്ണൂർ കേരളത്തിലാണ്. അപ്പം നാഗർകോവിൽ തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള വേറെ ഒന്ന് നോക്കുക. അതൊന്നേ ഉള്ളൂ. ഈ മാംഗ്ലൂർ കർണാടകയിലല്ലേ, മംഗലാപുരം കർണാടകയിലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നാഗർകോവിലിന് ജോഡിയായിട്ട് വരുന്നത് മധുരയാണ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോർപ്പറേഷൻ മേയർ, പഞ്ചായത്ത് ആരാണ്? ഓക്കെ, ചിലര് ഹൈഫ യൂസഫ്. പഞ്ചായത്തിൻ്റെ ഭരണാധികാരി ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഭരണാധികാരി പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണാധികാരി മേയറാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണാധികാരി പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ സിമ്പിൾ ടോപ്പിക്കാണ് എടുത്തത്, റിലേഷനാണ്, തെറ്റിക്കരുത്. ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പറയൂ. ഇതിലല്ല, അന്ന് തന്നൊരു പേപ്പർ ഉണ്ടായിരുന്നില്ലേ, NMMSന്റെ മെന്റൽ എബിലിറ്റിന്റെ, റിലേഷൻഷിപ്പിൽ ഒരു സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്കെയിലാരിറ്റീസും ആക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ വെച്ചിട്ട് അതില് ഒരു സർക്കിളും ട്രയാങ്കിളും റെക്ടാങ്കിളും ഉണ്ട്. ചെയ്യാൻ പറ്റുന്നില്ല. ഏത് ക്വസ്റ്റ്യൻ ആണ്? ഗ്രൂപ്പിലിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ഞാൻ ഇടാം. 37 സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ശരി. അപ്പൊ നാളെ 9:30 ക്ലാസ് ഉണ്ടാവും. എല്ലാവരും എത്തുക. ഇനി നമ്മൾ ഒരുപാട് പരീക്ഷകളും അതേപോലെ തന്നെ പഠനവും നടത്താണ്ട്. നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ ടോപ്പിക്കുകൾ തരും. അത് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ ക്വിസ് നടത്തും. ഓൺലൈൻ പരീക്ഷ നമ്മൾ സൂം ഇതേപോലെ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കോറുകൾ ഇവിടെ നമ്മൾ കാണിക്കും, സ്ക്രീനിൽ കാണിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് അടുത്ത ദിവസം പറയാം. ഓക്കെ, ശരി. അപ്പം നമ്മൾ അവസാനിപ്പിക്കാം. ഓക്കെ, എന്നാ ബൈ.